നിങ്ങൾ ഈ കാണുന്നത് 18 ഇഞ്ച് ചട്ടിയിൽ സെറ്റ് ചെയ്ത എൻ്റെ ജബോട്ടിക്കാബ കായ്ച്ചതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് കണ്ടില്ലേ, നിറയെ നന്നായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ജബോട്ടിക്കാബ കായ്ച്ച് കിട്ടുന്നതാണ്. ഇത് റെഡ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട ഒരു തെയ്യാണ്. നമുക്ക് വീട്ടുമുറ്റത്ത് പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരിനം പ്ലാന്റാണ് നമ്മുടെ ഈ ജബോട്ടിക്കാബ, അതായത് ബ്രസീലിയൻ ഫ്രൂട്ട്സായ നമ്മുടെ മരമുന്തിരി. ഹലോ, നമസ്കാരം. എല്ലാവർക്കും റോയൽ ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ നൗഷാദ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മരമുന്തിരി, ബ്രസീലിയൻ ഫ്രൂട്ട്സായ നമ്മുടെ ജബോട്ടിക്കാബ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് കായ്ച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്കൊരു ജബോട്ടിക്കാബ പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ചിലവർക്കൊക്കെയുള്ളൊരു പ്രശ്നമാണ് നമ്മുടെ ജബോട്ടിക്കാബ സെറ്റ് ചെയ്തിട്ടാകുമ്പം ഇല കറുത്ത് പോയി, ഇല കംപ്ലീറ്റ് പൊഴിഞ്ഞു പോയി, ഉണങ്ങിപ്പോകുന്നൊരു ഇത് നമുക്ക് ജബോട്ടിക്കാബയിൽ കാണുന്നുണ്ട്. അത് നമ്മുടെ പോട്ടിങ് തയ്യാറാക്കുന്ന വിധങ്ങളും അതുപോലെ വെള്ളം കൂടുതലുള്ളത് കൊണ്ടും ഒക്കെയാണ് നമ്മുടെ ജബോട്ടിക്കാബ ഇല കരിഞ്ഞു പോകുന്നത്. അത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. ഇത് എൻ്റെ ഈ കയ്യിൽ കാണുന്നത് 6 മാസം പ്രായമായ ഒരു ജബോട്ടിക്കാബയുടെ ഒരു പ്ലാന്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് അധിക പേർക്കും ഉള്ളൊരു ഇതാണ്. ഇത് കണ്ടില്ലേ നിങ്ങൾ, ഇതിൻ്റെ ഇലകൾ കംപ്ലീറ്റ് കരിഞ്ഞു പോയ ഒരു ഇത് കണ്ടോ. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വെള്ളം കൂടുതൽ കെട്ടി നിൽക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഇതിൻ്റെ മണ്ണൊരുക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ടുമാണ് നമ്മുടെ ഈ ജബോട്ടിക്കാബ നമുക്ക് ആരോഗ്യത്തോടു കൂടിയിട്ട് വളർന്നു കിട്ടാത്തതും ചെടി നശിച്ചു പോകുന്നതും. അത് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് കണ്ടോ നിങ്ങൾ, ഇതൊരു 3 വർഷം മാത്രം പ്രായമായ ഒരു ജബോട്ടിക്കാബയുടെ ഒരു പ്ലാന്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൽ ഒരു പ്രത്യേകതയുണ്ട്, നമുക്ക് എല്ലാ സമയങ്ങളിലും നമുക്കിതിൻ്റെ മരമുന്തിരി നമുക്ക് കിട്ടും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് ടേസ്റ്റുള്ളൊരു പഴമാണ്, അതായത് നമുക്കൊരു മുന്തിരി കഴിക്കുന്ന ഒരു ഇതന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നതാണ്. നമുക്ക് ഇതുപോലെ നിറച്ച് കായ്ക്കും. ഇത് കണ്ടില്ലേ, 3 വർഷം പ്രായമായ ഒരു തെയ്യിൽ നിന്ന് നമുക്ക് കണ്ടോ നിറച്ച് നമുക്ക് ഇതിങ്ങനെ കായ്ച്ച് കിട്ടും എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇങ്ങനെ കായ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ചട്ടിയിലോ ഡ്രമ്മിലോ നമുക്ക് സെറ്റ് ചെയ്യുന്നതാണ് നല്ലത്. നമുക്കിന്ന് വിപണിയിൽ ഒരുപാട് പ്ലാന്റുകൾ, ഒരുപാട് വെറൈറ്റികൾ നമുക്കിന്ന് വിപണിയിൽ കിട്ടാനുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ കൃഷി ചെയ്യുന്നത് 4 ഇനമാണ്. അതായത് ഒന്ന് സബാറ, അതുപോലെ ഒന്ന് റെഡ് ഹൈബ്രിഡ്, അതുപോലെ ഒന്ന് പ്രിക്കോസി, അതുപോലെ ഒന്ന് എസ്കാർലറ്റ്. നമുക്ക് സബാറയുടെ ഇത് കായ്ക്കണമെങ്കിൽ നമുക്കൊരു 7 വർഷം 8 വർഷം എടുക്കും. എന്നാൽ നമുക്ക് ഈ റെഡ് ഹൈബ്രിഡോ പ്രിക്കോസിയോ എസ്കാർലറ്റോ കായ്ക്കണമെങ്കിൽ നമുക്കൊരു 2 മുതൽ 2.5 വർഷം ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്കിതുപോലെ കായ്ച്ച് കിട്ടുന്നതാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഇതുപോലെ മണ്ണൊരുക്കുമ്പോൾ ഇത് കണ്ടില്ലേ, ഇത് കണ്ടോ, ഇളക്കമുള്ള മണ്ണായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ മണ്ണൊരുക്കുന്ന സമയങ്ങളിൽ ചളി കെട്ടി നിൽക്കാൻ പാടില്ല. പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യം, അതായത് പകുതി മണ്ണും, അതായത് ഒരു ഭാഗം മണ്ണും ഒരു ഭാഗം മണലും അതുപോലെ ഒരു ഭാഗം അനുബന്ധ വളങ്ങൾ, അതായത് ചകിരിച്ചോറ്, ചകിരി കമ്പോസ്റ്റ്, ചകിരിച്ചോറാകാൻ പാടില്ല, ചകിരി കമ്പോസ്റ്റായ ചകിരിച്ചോറും, അതുപോലെ തന്നെ നമ്മുടെ ചാണകപ്പൊടി, എല്ലുപൊടി, അതുപോലെ വേപ്പ് പിണ്ണാക്ക്, അതായത് ജൈവ വളങ്ങൾ മാത്രം, രാസവളം ചേർക്കേണ്ട കാര്യമില്ല. ഇത് തമ്മിൽ മിക്സ് ചെയ്ത് നമ്മുടെ ഒരു പുട്ടിന് അരി കുഴച്ചിട്ടാകുമ്പോൾ നമുക്കൊരു നനവുണ്ട്, ഒരു ഇതുണ്ടാവും. അതായത് ഒരു ഇളക്കമുള്ള രീതിയിലുള്ളൊരു മണ്ണായിരിക്കണം. ഒരു കാരണവശാലും ഇതിൽ ചളികൾ കെട്ടി നിൽക്കാൻ പാടില്ല. ചളികൾ കെട്ടി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജബോട്ടിക്കാബ ആരോഗ്യത്തോട് കൂടിയിട്ട് നമുക്ക് വളരില്ല. ഇതുപോലെ കറുത്തിട്ട് നമ്മൾ എന്താവും, തെയ് തന്നെ നമുക്ക് ഇല്ലാതാവും. അതുപോലെ തന്നെ നമ്മളൊരു ചട്ടിയിൽ സെറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് അടിഭാഗത്ത് നന്നായിട്ട് ഓൾസ് ഇട്ട് കൊടുക്കണം. അതായത് വെള്ളം വാർന്നു പോകണം. അതുപോലെ തന്നെ പഴയ ഓടിൻ്റെ കഷ്ണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ താഴെ ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്ത്, അതായത് മണ്ണ് ടൈറ്റാകാത്ത രീതിയിൽ നമ്മൾ അതിൻ്റെ അകത്ത് ഓടിൻ്റെ ഭാഗങ്ങളോ അല്ലെങ്കിൽ കല്ലിൻ്റെ ഭാഗങ്ങളോ ആ ഓൾസിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുത്ത് നമ്മളതിലേക്ക് പോട്ടിങ് നിറച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വെയിലുള്ള ഭാഗങ്ങളിൽ, അതായത് വലിയ തെയ്യാണെങ്കിൽ നമ്മൾ കുറച്ച് വെയിലുള്ള ഭാഗങ്ങളിൽ മാറ്റി വെക്കുക. അതുപോലെ ചെറിയ തൈകളാണെങ്കിൽ നമ്മളൊരു 60% വെയിൽ മാത്രം, ഒരു 40% ഷെയ്ഡുള്ള ഭാഗങ്ങളിൽ മാറ്റിവെക്കുക. ഈ നല്ല ചൂടിൻ്റെ സമയത്ത് ഒരു വർഷം വരെ നമുക്ക് ഈ ജബോട്ടിക്കാബയുടെ തൈ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂടുതലായിട്ട് വെയിലടിച്ച് കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ ഇലകൾ കറുത്ത് തൈകൾ തന്നെ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് നമ്മുടെ ഈ ഒരു ജബോട്ടിക്കാബയുടെ പ്ലാന്റുകൾ നമ്മൾ പോട്ടിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ജബോട്ടിക്കാബയുടെ പഴങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ.
അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാസവളം യാതൊരു കാരണവശാലും നമ്മൾ ഈ ചോട്ടിലിട്ട് കൊടുക്കാൻ പാടില്ല. നമ്മൾ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക് നമ്മൾ പോട്ടിങ്ങിൽ തയ്യാറാക്കുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. പിന്നീട് നമ്മൾ രാസവളം നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതായത് മാസത്തിൽ മിനിമം ഒരു 2 തവണയെങ്കിലും, അതായത് നമ്മൾ 19 ഒന്ന് സ്പ്രേ ചെയ്യുക. എന്നിട്ട് 15 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൈക്രോ ന്യൂട്രിയൻസും കൂടി നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഇത്രയുമാണ് നമ്മൾ ഇനിയുണ്ട് കുറച്ച് ഇതിൻ്റെ മുകളിൽ പറിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ ഒരു പ്ലേറ്റ് നിറഞ്ഞത് കൊണ്ടാണ് ഇപ്പം പറിക്കൽ നിർത്തിയത്. ഇനി ഇത് കൊണ്ടുവച്ചിട്ട് ആദ്യം ബാക്കിയും കൂടെ പറിച്ചെടുക്കാനുണ്ട്. ഒരു 3 വർഷം പ്രായമായ ഒരു ജബോട്ടിക്കാബയുടെ തെയ്യിൽ നിന്ന് ഞാൻ പറിച്ചെടുത്ത വിളവെടുത്ത നമ്മുടെ മരമുന്തിരിയാണ് നിങ്ങൾ ഈ കാണുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ തൈകൾ വേണമെങ്കിൽ എൻ്റെ കയ്യിൽ ലഭ്യമാണ്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതായത് സബാറ, അതുപോലെ റെഡ് ഹൈബ്രിഡ്, പ്രിക്കോഷി, അതുപോലെ എസ്കാർലറ്റ്, ഇതിൻ്റെയൊക്കെ തൈകൾ, ചെറിയ തൈകൾ എൻ്റെ അടുത്ത് ലഭ്യമാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അത് കൊറിയറായിട്ടും അയച്ചു തരുന്നതാണ്. എൻ്റെ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മുടെ ജബോട്ടിക്കാബയുടെ പരിചരണങ്ങളും നമ്മുടെ വിളവെടുപ്പുമാണ് നിങ്ങളിന്ന് കണ്ടത്. അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.